ഇനി കോഴിക്കോട് നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ സുഹൃത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. അത്തോളി സ്വദേശി ഐഷ ഋഷിയെ കഴിഞ്ഞ ദിവസമാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി യുവാവിനയച്ച സന്ദേശവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട സുഹൃത്തിന് എന്ത് ബന്ധമാണുള്ളതെന്നാണ് പോലീസ് പറയുന്നത്? എന്തൊക്കെ നിഗമനങ്ങളിലേക്ക്, പുതിയ കണ്ടെത്തലുകളിലേക്കൊക്കെ പോലീസ് എത്തുന്നു? ദൃശ്യ. ജിൽസി, കഴിഞ്ഞ ദിവസമാണ് ഈ ആയിഷ റഷിയെ എരഞ്ഞിപ്പാലത്തുള്ള സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരുന്നത്. പിന്നീട് ഇയാൾ തന്നെയാണ്, ഈ ബഷീറുദ്ദീൻ തന്നെയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതും. ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന നിലയിൽ ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ആരോപണം വന്നത്. ഇയാൾ നിരന്തരമായി പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാറുണ്ടായിരുന്നു, ഇവരെ ആക്രമിക്കാറുണ്ടായിരുന്നു എന്നതടക്കം ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ആയിഷ റഷിയുടെ മരണം അറിഞ്ഞ് ഈ മംഗലാപുരത്ത് നിന്ന് ഇവർ പഠിക്കുന്ന ഇടത്ത് നിന്നുള്ള സുഹൃത്തുക്കളും നാട്ടിലേക്ക് എത്തിയിരുന്നു. അവരും ഇത്തരത്തിൽ ഈ ആയിഷ റഷിയെ നിരന്തരമായി ഇയാൾ ആക്രമിക്കാറുണ്ടെന്ന് യുവതി പറഞ്ഞതായി സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളും തുറന്നു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഈ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുന്നതിലേക്ക് കടക്കുന്നത്. ഈ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ഇയാളുടെ അറസ്റ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുക. നിലവിൽ ഇയാൾ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു. ഇതിൽ ആത്മഹത്യ ചെയ്തത് തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനമുള്ളത്. ഈ ശരീരത്തിന്റെ പുറം ഭാഗങ്ങളിൽ ഈ ആക്രമിച്ചതിന്റെ മുറിപ്പാടുകളോ മറ്റോ ഒന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് തന്നെയാണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയായിരിക്കും ഈ സുഹൃത്തായ ബഷീറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നത്. എന്തായാലും ഈ ഓണാവധിക്ക് 3 ദിവസം മുൻപാണ് ആയിഷ റഷ ഈ കോഴിക്കോടേക്ക് എത്തുന്നത്. എന്നാൽ വീട്ടിലേക്ക് പോയിരുന്നില്ല. ഈ ഓണം അവധി ഈ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു 3 ദിവസമായി പെൺകുട്ടി താമസിച്ചിരുന്നത്. പിന്നീട് ഇയാൾ പുറത്തു പോയതിന് മൊഴി നൽകിയിട്ടുള്ളത് ഈ നിരന്തരമായി ഇയാൾ ഇവരെ മാനസികമായും അല്ലാതെ ആക്രമിക്കുകയും ചെയ്തതിന്റെ തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ യുവതിയുടെ വാട്സപ്പ് സന്ദേശങ്ങളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്ന് തനിക്ക് എന്ത് സംഭവിച്ചാലും താനായിരിക്കും കാരണം, അതായത് ബഷീറുദ്ദീൻ ആയിരിക്കും കാരണം എന്നുള്ള നിലയിൽ ആയിഷ റഷ സുഹൃത്തിന് അയച്ച ഒരു മെസ്സേജ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവർ നിരന്തരമായി ബഷീറുദ്ദീൻ ആയിഷ റഷയോട് കലഹിച്ചിരുന്നതായും അത്തരത്തിൽ ശല്യം ചെയ്തിരുന്നതായും പോലീസ് ഈ വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം പോലീസ് ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നത്. ജിൽസി.